ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലും ഇല്ല, പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടൊരു ദിവസമായിരുന്നു. ഞങ്ങളുടെ ഐസിയുലെ സ്റ്റാഫ് എല്ലാവരും കൂടെ ഒരുമിച്ച് വൈകുന്നേരം ഒന്ന് ഒത്തുകൂടാനോ എന്നോർത്ത് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടിയതാണ്. എല്ലാവർക്കും കൂടാൻ പറ്റിയില്ല, ഒരു 2-3 പേർക്ക് പറ്റിയില്ല കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും കൂടെ പോന്നു കഴിഞ്ഞാൽ ഐസിയു ഡ്യൂട്ടി ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ. അപ്പം എന്തേ ഈവനിങ് ജാക്കിലിനും താഹേനൊക്കെ എല്ലാവരും വീഡിയോ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സൗദി ചെറുക്കൻ കൊച്ച് പലരും എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇല്ല, പിന്നെ വേറൊരു സുഡാനി കൊച്ചും ഇല്ല കേട്ടോ. അങ്ങനെ ജാക്കിലും താഹെ റയാനും അല്ലാത്ത ബാക്കി എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടുക കേട്ടോ. എല്ലാവർക്കും ഇപ്പം നമുക്ക് ഡ്യൂട്ടിക്ക് അപ്പുറമുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതൊക്കെ ഒന്ന് പൊടി തട്ടി കേട്ടോ, സ്റ്റിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടാലോ എന്നോർത്ത്. പക്ഷേ ശരിക്കും ഇവരൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ ഫുഡ് ഉണ്ടാക്കി വെക്കാമല്ലോ എന്നോർത്ത്. ഫുഡ് നമ്മൾ മൊത്തം ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ, ബിരിയാണിയും പൊറോട്ടയും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു. പിന്നെ ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും. ഇതൊന്നും കഴിക്കില്ലാത്തവർക്ക് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി വെച്ചു കേട്ടോ. പക്ഷേ ഇറങ്ങാൻ ഇച്ചിരി താമസിച്ചു പോയതുകൊണ്ട് ഞാൻ ഇവർ വന്നു കഴിഞ്ഞിട്ടാട്ടോ ഫുഡ് ശരിക്കും ഉണ്ടാക്കി കഴിഞ്ഞത്. പിന്നെ ഈ പിള്ളേരെല്ലാവരും കൂടി പെട്ടെന്ന് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തിനാ ഓടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർത്താനം പറഞ്ഞിരിക്കാൻ. നമുക്ക് മലയാളികൾക്ക് പിന്നെ വർത്താനം പറയാനൊരു ക്ഷാമമില്ലല്ലോ, വിഷയങ്ങൾക്ക് ക്ഷാമമില്ല. നമ്മളങ്ങ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്താ പറയണേ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം പലരെയും നമ്മൾ വീഡിയോയിൽ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളല്ലോ. പ്രിയാമണി, സുചേച്ചി ഉണ്ടോ ഞങ്ങളുടെ ടീം ലീഡർ ഗ്രൂപ്പിൻ്റെ ചേച്ചിയാണല്ലോ, കൂട്ടത്തിൽ സീനിയർ സ്റ്റാഫ്. പിന്നെ എല്ലാവരും പലരെയും കണ്ടിട്ടുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്ത പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ തമിഴ് പിള്ളേരുണ്ട്, പിന്നെ ഒരു കന്നഡ കൊച്ചുള്ളൂ കേട്ടോ അവിടെ ഇരിക്കുന്ന അഭിഷേക്, അവൻ മാത്രമേ കന്നഡയുള്ളൂ, ബാക്കി തമിഴും പിന്നെ നമ്മുടെ പിള്ളേർ. പിന്നെ ഭാഷ നമുക്കൊരു പ്രശ്നമേ അല്ലല്ലോ. അതിനിടയ്ക്ക് ഞങ്ങൾ വന്ന് ഓരോ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ചുമ്മാ എന്തേലൊക്കെ കളിക്കില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വൈകുന്നേരം ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഓർത്തു, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊന്നും ഇല്ലാട്ടോ. ഇപ്പം ഞാനടക്കം എല്ലാവരും നമ്മൾ എന്ത് പരിപാടിക്കും ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം. പണ്ടത്തെയൊക്കെ ഇപ്പം എന്തൊരു കല്യാണമാണേലും മാമോദീസ ആണെങ്കിലും തലേദിവസം വീട് നിറച്ച ആൾക്കാരായിരിക്കും. ഭയങ്കര ഒരു മേളം. അതൊക്കെ ഇപ്പോൾ ഓർത്തിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വൈകുന്നേരം എന്നിട്ട് എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കും. കാരണം എല്ലാവരും ഉണ്ടല്ലോ, എല്ലാ റിലേറ്റീവ്സും കാണും. വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി സകല ആൾക്കാരും വരും. പിന്നെ നമുക്ക് തൊട്ടടുത്തുള്ള കുറച്ച് ആൾക്കാർ, നമ്മുടെ അയൽക്കാരും കാണും. ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലും കപ്പ ഉണ്ടാക്കാനും കപ്പ നുറുക്കി തരാനൊക്കെ. അപ്പോൾ അന്നത്തെ ആ സ്നേഹമൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പം റിലേഷൻസിൻ്റെ ഇടയിൽ പോലും ഇല്ല അല്ലേ. നമുക്ക് എന്താ എല്ലാവരും പിറ്റേ ദിവസം വന്നു, ഒരു ചടങ്ങ് വരുന്നത് പോലെ വന്നു പോയി ഫുഡ് കഴിച്ചു. അതിനപ്പുറത്തേക്കൊരു എന്താ പറയണത്, നല്ല നല്ല ചില റിലേഷൻഷിപ്പൊക്കെ ഇപ്പം അയൽക്കാരൊക്കെ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിലും ഇന്നൊന്നും കാണാനില്ല. എല്ലാവരും എന്താ പറയുക, ഒരു മോഡേൺ ലൈഫിൽ ജീവിക്കുന്നു, ഫുഡ് ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു, എല്ലാവരും വരുന്നു, അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പം അത് ഞാൻ പറയണേ, ഇപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ സന്തോഷിക്കണം. കുറേ കഴിയുമ്പോൾ അതൊക്കെ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുക്കുമ്പോൾ അത് ഓർക്കാനും അതിങ്ങനെ പറയാനൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനത്തെ പ്രഭ ചേച്ചിക്കാട്ടെ ഈ ഗെയിമിന് സമ്മാനം കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം അതായിരുന്നു കേട്ടോ. ഇതെങ്ങനെ ഒപ്പിക്കുന്നു എന്ന് ഞാൻ ഇപ്പോഴും ഒപ്പിക്കുന്നു എന്നല്ല കേട്ടോ, ഇതെങ്ങനെ കളിക്കുന്നു എന്ന്. കാരണം നമുക്കറിയത്തില്ലല്ലോ അകത്തിരിക്കുന്ന സാധനം എന്താണെന്ന്. പക്ഷേ അത് ശരിക്കും ഒരു ലക്കൊക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ ചേച്ചിക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ പിന്നെ കള്ളക്കളിയൊക്കെ ഇച്ചിരിയൊക്കെ കളിച്ചു. പക്ഷേ എനിക്ക് എല്ലാവർക്കും മനസ്സിലായ കള്ളക്കളിയാണെന്നതേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അടുത്ത ഫുഡ് പരിപാടി. ഫുഡൊക്കെ ആണെങ്കിലും നമ്മൾ തന്നെ ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും ഭയങ്കര മനസ്സിന് സന്തോഷമല്ലേ എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ അല്ലേ. പണ്ടൊക്കെ സ്കൂളിലും +2 പഠിക്കുമ്പോഴാണേലും 2 കൂട്ടം കറിയും കൊണ്ടായിരിക്കും വീട്ടിൽ നിന്ന് പോണത്. പക്ഷെ കഴിക്കാൻ നേരത്തെ ഒരു 6 കൂട്ടം കറിയെങ്കിലും ആ ചുറ്റുപാത്രത്തിൽ കാണുമായിരുന്നു. അപ്പം മമ്മിയൊക്കെ കറി ഇടുമ്പോൾ പറയും, മമ്മി ഇഷ്ടം കൂടുതൽ കറിയും കൂടെ ഉണ്ട്, ഞങ്ങൾ 3-4 പേരുണ്ടെന്ന്. +2 പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങൾ 3-4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്ററാണേലും അതെ കേട്ടോ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിക്കുമായിരുന്നു കറികളൊക്കെ. പിന്നെ നമ്മൾ നേഴ്സിങ്ങിന് വരുമ്പോൾ പറഞ്ഞാൽ വേറൊരു റിലേഷൻഷിപ്പ്. കാരണം നമ്മൾ ഉറങ്ങിയെല്ലാം കുറേ വർഷങ്ങളാണ്. ആ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഒരു എന്താ പറയുക,
തീവ്രത കൂടുതലുണ്ടെന്ന് പറയാം. കാരണം +2-ൻ്റെയൊക്കെ ഗ്രൂപ്പിൽ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അതുപോലെയല്ല, നേഴ്സിങ്ങിൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോഴും എല്ലാ റിലേഷൻഷിപ്പും കോണ്ടാക്റ്റൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചുള്ള ഒരു സമയത്തിൻ്റെയൊക്കെ മൂല്യമൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ ആയിട്ട് ഇപ്പോൾ ഇവിടെ വരുമ്പോഴും നമുക്ക് നല്ല നല്ല ഫ്രണ്ട്സ്, കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടണമെന്നില്ല. നമ്മുടെ സന്തോഷങ്ങളിലും നമ്മുടെ നേട്ടങ്ങളിലൊക്കെ നമ്മളോടൊപ്പം ചേർന്നൊന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ചിലർക്കേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു നേട്ടമല്ല, നമുക്ക് സന്തോഷകാര്യം ഉണ്ടാകുമ്പോൾ കുശുമ്പ് തോന്നുന്നവരുണ്ടാകാം, അതെല്ലാം ഉണ്ടാകാം ആയിരിക്കാം. കാരണം മനുഷ്യരാണ് നമ്മളെല്ലാം, നമ്മൾ വെറും പച്ചയായ മനുഷ്യർ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ നേട്ടങ്ങളിൽ നമ്മളോടൊപ്പം സന്തോഷിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സിനെ കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമായിട്ടോ. ശരിക്കും എനിക്ക് അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര മൂല്യം കൊടുക്കുന്ന ഒരാളും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ എപ്പോഴും അത് കോണ്ടാക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളും കേട്ടോ. കാരണം ഫ്രണ്ട്സ് എന്നെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്ത് എനിക്ക് മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. അവരൊരിക്കലും നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കാറുമില്ല. കാരണം എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളിലും എൻ്റെ വിഷമഘട്ടത്തിലൊക്കെ എന്നോട് ചേർന്ന് നിന്ന് കുറച്ച് പേരുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര ജീവിതത്തിൽ കിട്ടുന്ന ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരെ ഒന്നും ഞാൻ അങ്ങനെ നല്ല നല്ല ആൾക്കാരെ ഒന്നും നമ്മളങ്ങനെ ചുമ്മാ കൈവിട്ട് കളയരുത്. കാരണം എപ്പോഴും നമുക്ക് കിട്ടില്ല അത്ര നല്ല ഫ്രണ്ട്സിനെ. ഇവിടെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പം നമ്മളിങ്ങനെ മറ്റൊരു രാജ്യത്തേക്ക് ആയിരിക്കുമ്പോൾ നമുക്ക് വയ്യെങ്കിൽ എന്നാ വഴി പറ്റിയത്, അല്ലെങ്കിൽ കണ്ടോ ഡോക്ടറെ കണ്ടോ എന്നാ പറഞ്ഞേ, ഞാൻ വരട്ടെ കൂടെ, എന്നാ എന്തെങ്കിലും ഹെൽപ്പ് വേണം, അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉള്ളതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. കാരണം നമുക്ക് നാട്ടിലാകുമ്പം എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഫാമിലി, ഹസ്ബൻഡ്, പിള്ളേർ, അതിനപ്പുറത്തേക്ക് നമ്മളെ ആരെ സഹായിക്കാനില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സൊക്കെ നല്ല ഫ്രണ്ട്സൊക്കെ ഉള്ളത് ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് കഴിഞ്ഞ് ഇവിടെ നമുക്ക് അന്താരാഷ്ട്ര ഗായകരുണ്ട്. നമ്മുടെ ആസ്ഥാന ഗായക ഇന്നില്ല കേട്ടോ. ഗായകൻ എല്ലാവർക്കും അറിയുന്ന പോലെ സിനുവിൻ്റെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ഫീൽ ആവുന്ന, നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന പാട്ടാട്ടോ. അങ്ങനെ എല്ലാവരുടെയും പാട്ട് ഇപ്പം ചിലർ പാടിയാലും നമുക്കങ്ങ് എന്നാ പറയണേ, എന്താ പറയുക, നമുക്ക് മനസ്സിന് ഭയങ്കര ഫീൽ ആവില്ലല്ലോ. പക്ഷേ ഇവൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക്, അതുകൊണ്ട് ഇവനെ കൊണ്ട് ഞങ്ങൾ മാക്സിമം പാട്ട് പാടിക്കും. പക്ഷേ കോപ്പി റൈറ്റിംഗ് കിട്ടുന്നതുകൊണ്ടായിട്ട് ഞാൻ ഇടായിരുന്നത്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇട്ടേനെ. അങ്ങനെ പിന്നെ നമ്മുടെ ചോട്ടാ ഗായകരുണ്ട്. പ്രഭ ചേച്ചി, പ്രിയാമണി, പിന്നെ ഇജായൻ, അങ്ങനെ ഇവരുടെയൊക്കെ പാട്ട് സ്ഥിരം ഉള്ളതാട്ടോ. അങ്ങനെ പക്ഷെ നല്ല രസമാണ്. ചിലപ്പോൾ ഞങ്ങളുടെ ഈ പരിപാടികളൊക്കെ നേരം വെളുക്കുവോളം 2-3 മണി വരെയൊക്കെ നീണ്ടു നിന്ന് പോകും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗെയിമും ലാസ്റ്റ് പിന്നെ ഇവരൊക്കെ പാടുന്നത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊക്കെ മൂളിപ്പാട്ട് പോലും പാടാൻ അറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പാട്ട് കേൾക്കുന്നത്. പണ്ട് കല്യാണത്തിന് മുന്നേ എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പാട്ട് പാടുന്ന ചെറുക്കനെ കെട്ടണം എന്നൊക്കെ. പക്ഷേ ഞാൻ ഇച്ചിരിയൊക്കെ പാട്ട് പാടിയപ്പോൾ ഞാനോർത്ത് ഭയങ്കര വലിയ അന്താരാഷ്ട്ര ഗായകനാണ്. അവസാനമല്ലേ മനസ്സിലായത് ചോട്ടാ ഗായകനും അല്ല, എന്നാലും പക്ഷേ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പാടും കേട്ടോ. അത് കേട്ടുകൊണ്ടിരിക്കാൻ രസമുണ്ടല്ലോ. അങ്ങനെ പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ പാട്ട് പാടുന്നതിനിടയ്ക്ക് ഞങ്ങൾ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് തണുപ്പൊക്കെ ആയിരുന്നല്ലോ. അപ്പം കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ഗായകരെല്ലാം പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നാ കുറേ നേരം ഇരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉള്ളവരല്ലേ, അതൊക്കെ മാറ്റി വെച്ച് കുറേ നേരത്തെ സ്ട്രെസ്സൊക്കെ ഇല്ലാത്ത മനുഷ്യരുണ്ടോ അറിയത്തില്ല, കാണുമായിരിക്കും. പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും ടെൻഷനും സ്ട്രെസ്സും എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കുറച്ച് നേരം സന്തോഷിക്കാൻ പറ്റുന്നതൊക്കെ സന്തോഷിക്കണം. കാരണം എന്താ പറയുക, നമ്മുടെ ജീവിതം കുഞ്ഞു ജീവിതമല്ലേ ഉള്ളൂ, ഒരു ജീവിതമല്ലേ നമുക്കൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കിട്ടുന്ന സന്തോഷങ്ങളെല്ലാം സന്തോഷിക്കാൻ പറ്റുന്നതെന്ന് മാത്രം സന്തോഷിക്കണം അല്ലേ. അത് ഞാൻ എപ്പോഴും പറയണല്ലോ, സന്തോഷം നമുക്ക് ആരും കൊണ്ടുതരുന്നതല്ല. സന്തോഷം സമാധാനമൊക്കെ നമ്മളായിട്ട് തന്നെ കണ്ടെത്തുന്നത്. അതിനിടയ്ക്ക് ആമിക്കുഞ്ഞ് ഉറങ്ങിപ്പോയിട്ട് പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അവർക്കും ഭയങ്കര റിലാക്സേഷനാണ്. അവരും ഈ ട്യൂഷൻ വീട്ടിൽ വരുമ്പോൾ നമ്മൾ പറയും പഠിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ അതുങ്ങൾക്കും ഭയങ്കര ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാളും എൻജോയ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാട്ടോ. അതുങ്ങളും ഇവിടെ കിടന്ന് ഓട്ടവും ചാട്ടവും, ആമിക്കുട്ടി അപ്പൂസൊക്കെ ഭയങ്കര കളിയും മേളമായിരുന്നു. അങ്ങനെ എല്ലാവരും, ഇത് ഞങ്ങളുടെ മൂർത്തി അടുത്ത കല്യാണ ചെറുക്കനാട്ടോ. അടുത്ത മാസം ഫെബ്രുവരിയിൽ അവൻ്റെ കല്യാണം. അങ്ങനെ കല്യാണ ചെറുക്കൻ്റെ വക പാട്ട് എല്ലാവർക്കും പറ്റുന്ന പോലെയല്ല പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നേ.
അവന് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക സിനുവോട് ഇരുന്ന്. അതിനിടയ്ക്ക് ഇതേ അമ്മമ്മ അമ്മമ്മയാണ് ഞങ്ങളുടെ സീനിയർ സ്റ്റാഫ്, ഞങ്ങളുടെ മേട്ടനാണ്. അങ്ങനെ അമ്മമ്മയുടെ നേതൃത്വത്തിൽ കലാപരിപാടികളൊക്കെ നടന്നു. അതിനിടയ്ക്ക് ഇതേ അഭിഷേകം അവിടെ ഇരുന്ന് കുഞ്ഞു ഗിത്താറൊക്കെ ആയിട്ട് പാടുന്നുണ്ട്. സുചേച്ചി എന്തോ വർത്താനം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പരിപാടികളെല്ലാം നേരം വെളുക്കുവോളം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല നല്ല ഒരു ദിവസം ഞങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഓർമ്മയിൽ സൂക്ഷിക്കും. പക്ഷേ ഞങ്ങൾ അടുത്ത പരിപാടി ഉടനെ വെക്കും കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തും അതിനിടയിലൊക്കെ നമുക്ക് വെക്കുന്നതൊക്കെ ഭയങ്കര നല്ലൊരു സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിന്നത്തമ്പി രാജ, അങ്ങനെ അവന് എല്ലാവരും കൂടെ വർത്താനമൊക്കെ വോയിസ് എടുത്തുകൊണ്ടിരിക്കും. മാമിക്കുട്ടി ഇവിടെ വന്ന് അവളെ കണ്ടപ്പോൾ എങ്ങാണ്ട് ബേബി എന്നൊക്കെ കിടന്ന് പറയുന്നതാണ്. അതിനൊക്കെ ഇതേ പ്രഭ ചേച്ചിയുടെ പാട്ട്, പ്രഭ ചേച്ചിയുടെ ഒക്കെ നന്നായിട്ട് പാടും കേട്ടോ ചേച്ചിയൊക്കെ. അങ്ങനെ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നേരം വെളുക്കാറായപ്പോഴായിട്ട് എല്ലാവരും ഹോസ്റ്റലിലുള്ള നമ്മുടെ അടുത്ത് തന്നെ ആയിട്ട് പിള്ളേരുടെ ഹോസ്റ്റൽ, ആൺപിള്ളേരുടെ പെൺപിള്ളേരുടെ ഹോസ്റ്റൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവരെ എല്ലാം കൊണ്ടയാക്കി. അയ്യോ ഇത് രണ്ടാമത് ഇത് തന്നെയാണ്. ഇതിനിടയ്ക്ക് കയറിപ്പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ഇനി അടുത്ത പരിപാടികളൊക്കെ അടുത്തത് ഇനിയിപ്പോൾ ഓണം അല്ല, നമ്മുടെ ക്രിസ്മസ് വരുന്നുണ്ട്, ന്യൂ ഇയർ വരുന്നുണ്ട്. ആഘോഷിക്കാനാണോ ഇല്ലാത്തതല്ലേ, എന്തേലൊക്കെ ഞങ്ങൾ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷമാക്കും. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമല്ലേ. എപ്പോഴൊന്നും നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ നേഴ്സുമാരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയാണെങ്കിലും ഭയങ്കര സ്ട്രെസ്സും, നമുക്കറിയാം ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിക്ക് നമുക്ക് 100,000 സ്ട്രെസ്സ് കാണും. വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കും, അതെവിടെ ഇതെൻട്രി അങ്ങനെയൊക്കെ ഒത്തിരി മിക്ക നേഴ്സുമാരുടെ ലൈഫ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് സമാധാനപരമായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. സ്വസ്ഥതയോടുകൂടി സമാധാനം ഡ്യൂട്ടി ചെയ്യുവാണെങ്കിൽ വലിയൊരു ഭാഗ്യമല്ലേ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാ നേഴ്സുമാരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ടെൻഷനും എല്ലാം കൂടെ ഉള്ളതല്ലേ. പിന്നെ അതിൻ്റെ അകത്തു നിന്നൊക്കെ നമ്മളൊക്കെ സന്തോഷം കണ്ടെത്തണം, നമ്മുടെ കുഞ്ഞു ലൈഫിലെ സന്തോഷങ്ങളെല്ലാം ആഘോഷിക്കണം. അങ്ങനെയൊക്കെ പറ്റുമ്പോൾ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സൊക്കെ മാറി കിട്ടും അല്ലേ. അത് കഴിഞ്ഞിട്ട് പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്തോ വലിയ ചർച്ചയൊക്കെ ആയിട്ട് അങ്ങനെ